Hi all, welcome to One's Coaching. Today we are going to discuss the subject operating system. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ലെ കേർണൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഹാർഡ്വെയർ. നമ്മുടെ യൂസറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് ഷെല്ല്, ഒന്ന് കേർണൽ. ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഔട്ടർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെൽ എന്ന് പറയുന്നത്. അതിന്റെ കോർ ഇന്നർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേർണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേർണൽ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം കേർണൽസ് എന്താണെന്ന്. A kernel is a core part of an operating system. It acts as a bridge between software application and the hardware of a computer. അപ്പൊ കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോർ പാർട്ടാണ്. ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ്. ഇത് എങ്ങനെയാണ് ആക്ട് ആക്കുന്നത്? ഇറ്റ് ഈസ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ആപ്ലിക്കേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്, എക്സല്, പവർ പോയിന്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ആൻഡ് ഹാർഡ്വെയർ, ആപ്ലിക്കേഷൻസ് ഓഫ് എ പ്രോഗ്രാം ആൻഡ് ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ, ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ചെയ്യുന്നത്. So the kernel manages system resources such as CPU, memory and devices, ensuring everything work together smoothly and efficiently. അപ്പൊ നമ്മളുടെ ഈ കേർണൽ ആണ് ആക്ച്വലി നമ്മൾ OS എന്ന് പറയുന്നെങ്കിലും ഈ കേർണൽ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ CPU-നെയും മെമ്മറിയും അതുപോലെ തന്നെ നമ്മളുടെ ഡിവൈസുകളെയൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുകയും അതിന്റെ ഫങ്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നത്? വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇറ്റ് ഹാൻഡിൽ ടാസ്ക് ലൈക്ക് റണ്ണിങ് പ്രോഗ്രാം. അപ്പൊ ഇതിനെ പ്രോഗ്രാമിനെ റൺ ചെയ്യിപ്പിക്കും, ആക്സസിങ് ഫയൽസ്, അതിന് വേണ്ട ഫയൽസ് ഒക്കെ ആക്സസ് ചെയ്യും, കണക്ടിങ് ടു ഡിവൈസ് ലൈക്ക് പ്രിന്റേഴ്സ് ആൻഡ് കീബോർഡ്. പ്രിന്ററിലും കീബോർഡിലും ഒക്കെ എന്ത് ചെയ്യും? കണക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ആരാണ്? നമ്മളുടെ കേർണൽ ആണ്. ഇനി an operating system include a kernel as its core but also provide user interface, file system management, network service and various utility application that allow user to interact with the system. അപ്പം നമ്മളുടെ ഈ കോർ പാർട്ടുള്ള കേർണൽ ആണ് നമ്മുടെ സിസ്റ്റത്തെ ഈ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മളുടെ യൂസർ ആണ്. ആ യൂസർ എന്ത് ചെയ്യും? നമ്മുടെ OS-ലേക്ക് വരും. OS-ൽ രണ്ട് പാർട്ടാണുള്ളത്, ഒന്ന് ഷെല്ലും ഒന്ന് കേർണലും. ഓക്കെ, അപ്പൊ യൂസർ എന്തെങ്കിലും റിക്വസ്റ്റ് ഈ ഷെല്ലിലേക്ക് കൊടുക്കും. ഷെല്ല് എന്ത് ചെയ്യും? ഈ കേർണൽ മോഡിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും. ഈ ഷെല്ല് കേർണൽ മോഡിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. റിക്വസ്റ്റ് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? കേർണൽ ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ഷെല്ലിലേക്ക് കൊടുക്കും. ഷെല്ല് അത് യൂസറിലേക്ക് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു വർക്ക് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. ഇനി അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി ഇതാണ് അതിന്റെ ആ ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, വെദർ ഇറ്റ് ഈസ് വേർഡ്, എക്സൽ, ടാലി, എന്ത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ആ ആപ്ലിക്കേഷൻ എന്തൊക്കെ ഹാർഡ്വെയർ റിക്വയർമെന്റ് ഉണ്ടോ, ഫയൽ റിക്വയർമെന്റ്, എല്ലാ റിക്വയർമെന്റ്സും അത് എങ്ങോട്ട് കൊടുക്കും? ഈ കേർണൽ പാർട്ടിലോട്ട് കൊടുക്കും. കേർണൽ അതിന് വേണ്ടിയിട്ടുള്ള CPU ടൈം, റൺ ചെയ്യാനുള്ള CPU ടൈം, അതിന് വേണ്ട മെമ്മറി, അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ കേർണലാണ് ഈ ആപ്ലിക്കേഷന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ അത് റൺ ചെയ്യാൻ വേണ്ടത്, അതിന് വേണ്ട CPU ടൈം, മെമ്മറി, ഡിവൈസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? കേർണലാണ്. ഇതാണ് കേർണലിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് യൂസർ. കണ്ടോ, ഇതെല്ലാം എന്താണ്? ഇത് ഹാർഡ്വെയർ ആണ്. ഈ ഹാർഡ്വെയറും ഈ യൂസറും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഈ കേർണൽ ചെയ്യുന്നത്. ഓക്കെ, എൻഷുർ എഫിഷ്യന്റ് ആൻഡ് സെക്യൂർ മൾട്ടി ടാസ്കിങ്. ഇനി കേർണൽ മൾട്ടി ടാസ്കിങ്, അതായത് മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? കേർണൽ ആണ്. ഇനി മാനേജ് സിസ്റ്റം സ്റ്റെബിലിറ്റി ആൻഡ് പ്രിവെന്റ് അൺഓതറൈസ്ഡ് റിസോഴ്സ് ആക്സസ്. നമ്മൾ നേരത്തെ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു, സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ വേറെ ആരും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും കയറാതെ ഈ സിസ്റ്റത്തെ ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതും ആരാണ്? ഈ കേർണൽ തന്നെയാണ്. കാരണം ഈ കേർണൽ മോഡിലൂടെ കയറിയിട്ടാണ് റിക്വസ്റ്റ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ കേർണൽ മോഡ് വെരിഫൈ ചെയ്തിട്ടേ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അൺഓതറൈസ്ഡ് ആണെങ്കിൽ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് കേർണൽ ആണ്.
എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് കേർണൽ നോക്കാം. ഫസ്റ്റ് വൺ മോണോലിത്തിക് കേർണൽ. എന്താണ് മോണോലിത്തിക് കേർണൽ? ഓൾ OS സർവീസ് റൺ ഇൻ കേർണൽ സ്പേസ്. അതായത് എല്ലാ സർവീസുകളും ഈ കേർണൽ സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സ്പേസ് ആണുള്ളത് അല്ലെ. OSന് എത്ര സ്പേസ് ഉണ്ട്? ഒരു യൂസർ സ്പേസ്, അതാണ് ഷെല്ല് എന്ന് പറഞ്ഞാൽ യൂസർ സ്പേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഷെല്ല്, പിന്നെ ഒരു കേർണൽ സ്പേസ്, യൂസർ സ്പേസും കേർണൽ സ്പേസും. ഈ മോണോലിത്തിക് കേർണലിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സർവീസുകളും ഈ കേർണൽ സ്പേസിലാണ് നടക്കുന്നത്. ഇവിടെയാണ് കേർണൽ സ്പേസിലാണ് എല്ലാ സർവീസുകളും നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഫാസ്റ്റ് ആണ്. സോ എക്സാമ്പിൾസ് ആർ, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? യൂണിക്സ്, ലിനക്സ്, ഓപ്പൺ VMS, XTS 400. ഇതൊക്കെയാണ് നമ്മുടെ സാധാരണയായിട്ടുള്ള ഈ മോണോലിത്തിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് മൈക്രോ കേർണൽ. മൈക്രോ കേർണൽ എന്ന് പറഞ്ഞാൽ ഈ കൂടുതലും ഫങ്ഷൻസ് നടക്കുന്നത് ഈ യൂസർ സ്പേസിലാണ്. മൈക്രോ കേർണലിന്റെ ഇതെന്താണ്? കൂടുതൽ ഫങ്ഷൻസ് നടക്കുന്നത് നമ്മളുടെ ഈ യൂസർ സ്പേസിലാണ്. കേർണൽ സ്പേസിൽ എന്തേ നടക്കുന്നുള്ളൂ? ലിമിറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസേ കേർണൽ സ്പേസിൽ നടക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം നടക്കുന്നത് എവിടെയാണ്? യൂസർ സ്പേസിലാണ്. കേർണൽ സ്പേസിൽ അധികം ലിമിറ്റഡ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? എല്ലാം യൂസർ സ്പേസിലാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്. പെട്ടെന്ന് തന്നെ നമുക്കിത്, ഇപ്പം ഇത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്. ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം പെട്ടെന്ന് തന്നെ യൂസർ മോഡിലേക്ക് വന്നു, അവിടെ തന്നെ എക്സിക്യൂഷൻ നടക്കുന്നു. ഇനി അടുത്തൊരു ലെവലിലേക്ക് പോവാതെ തന്നെ അവിടെ തന്നെ എക്സിക്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹൈബ്രിഡ് കേർണൽ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഈ മോണോലിത്തിക്കിന്റെയും അതുപോലെ തന്നെ മൈക്രോ കേർണലിന്റെയും രണ്ടിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്, രണ്ടിന്റെയും അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഹൈബ്രിഡ് കേർണൽ എന്ന് പറയുന്നത്. സോ സം സർവീസ് ഇൻ കേർണൽസ് ഫോർ സ്പീഡ് ഏതായിരുന്നു കൂടുതൽ? ഫാസ്റ്റ്. കണ്ടോ, ഇതിന്റെ സ്പീഡ് എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിയും എന്താണ്? ഹൈബ്രിഡ് കേർണലിനാണ് കൂടുതൽ. ഓക്കെ, സോ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വിൻഡോസ് NT ഫാമിലി, വിൻഡോസ് 2000 XP, വിസ്റ്റ, അതൊക്കെ നമ്മൾ കേട്ടുള്ള 7, 8, 10, Mac OS, XNU, React OS, Haiku OS, ഇതൊക്കെ നമ്മൾ എന്തിലാണ്? ഹൈബ്രിഡ് OS അല്ലെങ്കിൽ ഹൈബ്രിഡ് കേർണൽ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തതാണ് നാനോ കേർണൽ. So extremely minimal kernel providing only basic hardware abstraction, everything else outside. ഈ നാനോ കേർണലിനകത്തും കേർണൽ സൈസ് വളരെയധികം കുറവാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഇവിടെ കേർണൽ സ്പേസ് ഉണ്ട്. ഇതിനകത്ത് മൈക്രോ കേർണലിനകത്ത് കേർണൽ സ്പേസ് ഉണ്ട്, പക്ഷെ ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റി നടക്കുന്നുള്ളൂ. നാനോ കേർണൽ എന്ന് പറഞ്ഞാൽ കേർണൽ സ്പേസ് വളരെയധികം കുറവാണ്, അവിടെയും ലിമിറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസേ നടക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ഫംഗ്ഷനാലിറ്റീസും പുറത്താണ് നടക്കുന്നത്. അടുത്തത് എക്സോ കേർണൽ. Separate protection versus management give app directly control over hardware abstraction, so app decide what abstraction to build. അതായത് അതിന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊട്ടക്ഷനും മാനേജ്മെന്റും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൺട്രോൾ ചെയ്യാം. എത്ര ലെവൽ പ്രൊട്ടക്ഷൻ വേണം, എത്ര ലെവൽ കൺട്രോൾ വേണം എന്നൊക്കെ ഈ എക്സോ കേർണലിനകത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കേർണൽ: മോണോലിത്തിക്, മൈക്രോ, ഹൈബ്രിഡ്, നാനോ ആൻഡ് എക്സോ കേർണൽ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് കേർണൽ. എന്താണ് ഫങ്ഷൻസ് ഓഫ് കേർണൽ? മെമ്മറി മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, എറർ ഹാൻഡ്ലിംഗ്, ടാസ്ക് ഷെഡ്യൂളിംഗ്, ലോഡ് ബാലൻസിംഗ്, പ്രോസസ് മാനേജ്മെന്റ്. അപ്പൊ എന്തൊക്കെയാണ്? മെമ്മറി മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, എറർ ഹാൻഡ്ലിംഗ്, ടാസ്ക് ഷെഡ്യൂളിംഗ്, ലോഡ് ബാലൻസിംഗ്, പ്രോസസ് മാനേജ്മെന്റ്. അപ്പൊ ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് കേർണൽ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ, പ്രോസസ് മാനേജ്മെന്റ്. എന്താണ്? ഷെഡ്യൂളിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് പ്രോസസ്. ആ പ്രോസസ് ഏത് പ്രോസസ്സാണ് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ പ്രോസസ്സിന് ഏതൊക്കെ റിസോഴ്സുകൾ വേണം, അത് അവൈലബിൾ ആണോ എന്നൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് പ്രോസസ് മാനേജ്മെന്റ്. അടുത്തത് മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി മാനേജ്മെന്റ് എന്താണ്? മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. വൺസ് ആ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്താൽ അത് ഡി അലോക്കേറ്റ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, മെമ്മറി മാനേജ്മെന്റിനകത്ത് വരുന്നത്. അടുത്തത് ഡിവൈസ് മാനേജ്മെന്റ്.
ഡിവൈസ് മാനേജ്മെന്റ് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ മാനേജ് ചെയ്യാൻ. മാനേജിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. പ്രൊവൈഡിങ് എ യൂണിഫൈഡ് ഇന്റർഫേസ് ഫോർ ഹാർഡ്വെയർ ഡിവൈസ് ആൻഡ് ഹാൻഡ്ലിംഗ് ഡിവൈസ് ഡ്രൈവർ കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്ക് ഓരോ ഹാർഡ്വെയറിനും ഇപ്പൊ പ്രിന്റർ ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായ ഡ്രൈവേഴ്സ് ഉണ്ട്. ആ ഡ്രൈവർ ആണ് ഈ ഡിവൈസുകളെ അവൈലബിൾ ആക്കുന്നത്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ആര്? ഈ ഡിവൈസ് മാനേജ്മെന്റിനകത്ത് നടക്കുന്നത്. അടുത്തത് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. അത് മാനേജിങ് ഫയൽ ഓപ്പറേഷൻ പ്രൊവൈഡിങ് എ ഫയൽ സിസ്റ്റം ഇന്റർഫേസ്. അതായത് നമ്മുടെ ഫയൽ ഓപ്പറേഷൻസ്, ഫയലിന്റെ അട്രിബ്യൂട്ട്സ്, ഫയലിന്റെ ഓപ്പറേഷൻ ഉണ്ടല്ലോ, റീഡ്, റൈറ്റ്, ക്രിയേറ്റ്, ഡിലീറ്റ് ഫയൽ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ്, ആക്സസ് പെർമിഷൻസ്, റീഡ് ആണോ, റീഡ് ഓൺലി ഫയൽ ആണോ, റീഡ് ഓർ റൈറ്റ് ഫയൽ ആണോ, അങ്ങനെയുള്ള പെർമിഷൻസ് ഒക്കെ എവിടെയാണ് കൊടുക്കുന്നത്? ഫയൽ സിസ്റ്റം മാനേജ്മെന്റിലാണ് കൊടുക്കുന്നത്. അടുത്തതാണ് റിസോഴ്സ് മാനേജ്മെന്റ്. മാനേജിങ് സിസ്റ്റം റിസോഴ്സ്, CPU ടൈം, ഡിസ്ക്, നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത്, മെയിൻലി അലോക്കേറ്റിംഗ് ആൻഡ് ഡി അലോക്കേറ്റിംഗ് റിസോഴ്സ്. അതായത് റിസോഴ്സുകൾ ഏതൊക്കെയാ? ടൈം, CPU ടൈം, ഡിസ്ക്, മെമ്മറി, ഇതുപോലുള്ള റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നതും ഡി അലോക്കേറ്റ് ചെയ്യുന്നതും ആരാണ്? റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. അടുത്തത് സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ. എൻഫോഴ്സിങ് ആക്സസ് കൺട്രോൾ പോളിസീസ് ലൈക്ക് യൂസർ പെർമിഷൻ ആൻഡ് ഒതന്റിക്കേഷൻ. അതായത് നമ്മൾ ഓരോന്നും സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് യൂസർ ആണോ എന്ന് പാസ്വേഡ് ഒക്കെ നോക്കി പ്രൊട്ടക്ട് ചെയ്തിട്ടേക്കുവാണ്. ആ കറക്റ്റ് യൂസർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ട് പ്രോസസ്സുകൾ അല്ലെങ്കിൽ 3-4 പ്രോസസ്സുകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് OS അല്ലെങ്കിൽ കേർണലാണ്. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ആണ് കേർണലിനകത്ത് വരുന്നത്. ഇനി അടുത്തത് വർക്കിംഗ് ഓഫ് കേർണൽ. കേർണലിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ദ കേർണൽ ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ OS ലോഡഡ് ഇൻ ടു മെമ്മറി. കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പാർട്ട് ഓഫ് ദ OS ആണ്. ആ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ കേർണലാണ്. ഡ്യൂറിംഗ് ബൂട്ട് ആൻഡ് ഇറ്റ് സ്റ്റേ റെസിഡന്റ് വൈൽ ദ സിസ്റ്റം ഈസ് റണ്ണിങ്. അതായത് നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ കേർണൽ എന്ത് ചെയ്യും? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. അത് നമ്മൾ ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ബൂട്ടിങ്. അതായത് സിസ്റ്റം ഓൺ ആയി വരുവാണ്. സിസ്റ്റം റൺ ചെയ്യുന്ന എത്രയോ സമയം റൺ ചെയ്യുന്നു അതുവരെ ഈ കേർണൽ എവിടെയാണ്? ഈ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തേക്കുവാണ്. ഓക്കെ. ഇനി അടുത്തത് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ പ്രിവിലേജ്ഡ് മോഡ്. അതായത് കേർണൽ മോഡിലാണ് ഇനി ഓപ്പറേഷൻ നടക്കുന്നത്. സെപ്പറേറ്റ് ഫ്രം യൂസർ മോഡ് ഫോർ ആപ്ലിക്കേഷൻ. യൂസർ ആപ്പ് കാൻ ഡയറക്ട്ലി ആക്സസ് ഹാർഡ്വെയർ ഓർ ക്രിട്ടിക്കൽ റിസോഴ്സ്. അതായത് ഈ കേർണൽ മോഡ് ആക്സസ് ചെയ്യാതെ അതിന് ഈ റിസോഴ്സുകളോ ഹാർഡ്വെയറോ ഒന്നും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതിനൊരു പ്രിവിലേജ്ഡ് മോഡിലാണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ മേക്ക് റിക്വസ്റ്റ് ടു ദ കേർണൽ വയ സിസ്റ്റം കോൾ. അതായത് നമുക്കിപ്പോ ഇങ്ങനെ യൂസർ മോഡ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു, കേർണൽ മോഡ്. അപ്പം ഇതാണ് രണ്ട് മോഡുകൾ. ഈ രണ്ട് മോഡിൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ വന്നു. ആപ്ലിക്കേഷൻ ആദ്യം യൂസർ മോഡിൽ വന്നു. യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് സിസ്റ്റം കോൾ വഴി. ഓക്കെ, സിസ്റ്റം കോൾ വഴി റിക്വസ്റ്റ് കൊടുത്തു. അപ്പൊ അത് കേർണൽ മോഡിലേക്കാണ് പിന്നെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഇനി ഓൺ കംപ്ലീഷൻ കേർണൽ റിട്ടേൺസ് റിസൾട്ട് ടു യൂസർ മോഡ്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കേർണൽ മോഡിൽ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് യൂസർ മോഡിലേക്ക് കൊടുക്കും. എന്നിട്ട് അത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് കേർണൽ. എന്തൊക്കെയാണ് കേർണലിന്റെ അഡ്വാൻറ്റേജ്? ഫസ്റ്റ് വൺ, ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ. അതായത് എന്താണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ടിവിയുടെ റിമോട്ട്. ആ റിമോട്ടിൽ നമ്മൾ ജസ്റ്റ് ചാനൽ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുന്നു, ചാനൽ മാറുന്നു, വോളിയം മാറുന്നു, 1 2 3 4 നമ്പേഴ്സ് ആ ചാനലിന് മാറ്റാം. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? വോളിയം കൂട്ടാൻ അവിടെ എന്തൊക്കെ പ്രോസസ്സുകളാണ്, ഏതൊക്കെ ചിപ്പുകളാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തതെന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അത് അബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കുക അല്ലെ. ആ യൂസറിന് എന്താണ് അറിയേണ്ടത്? യൂസറിന് ചാനൽ മാറ്റണം, വോളിയം ചേഞ്ച് ചെയ്യണം, അത്രയും കാര്യങ്ങളാണ് യൂസറിന് അറിയേണ്ടത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. യൂസർ എന്ത് ചെയ്താൽ മതി? ഇത് റിക്വസ്റ്റ് കൊടുത്താൽ മതി. അതനുസരിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പ്രിന്റർ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കീബോർഡ് എങ്ങനെയാണ് ആ കീ വരുന്നതെന്നൊന്നും യൂസർ അറിയണ്ട. അപ്പൊ അതിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ. അതായത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാണ് കാണിച്ചു തരുന്നു. ബാക്കിയെല്ലാം കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും കണക്ഷൻസും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ദ കേർണൽ പ്രൊവൈഡ് എ ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ ബിറ്റ്വീൻ ദ സോഫ്റ്റ്വെയർ ആൻഡ് ദ ഹാർഡ്വെയർ. ഇറ്റ് അബ്സ്ട്രാക്ട് ദ ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി ആൻഡ് പ്രസന്റ് എ യൂണിഫോം ഇന്റർഫേസ് ടു സോഫ്റ്റ്വെയർ. നമ്മൾ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. സോ അങ്ങനെ ഒരു ഇത് അതുകൊണ്ട് എന്താണ് നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആണ്. നമ്മൾ ഈ കണക്ഷൻസ് ഒന്നും അറിയണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യം ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നു. അതാണ് ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ. അത് കേർണലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അടുത്തത് റിസോഴ്സ് മാനേജ്മെന്റ്. ദ കേർണൽ മാനേജ് സിസ്റ്റം റിസോഴ്സ് ഇൻക്ലൂഡിംഗ് ഹാർഡ്വെയർ ഡിവൈസ് ആൻഡ് പ്രൊവൈഡ് മെക്കാനിസം ഫോർ ഷെയറിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് ദോസ് റിസോഴ്സ് എമംഗ് മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർ പ്രോസസ്. അതായത് റിസോഴ്സ് മാനേജ് ചെയ്യാൻ, അതിപ്പോൾ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിസോഴ്സ് അതിന്റെ കംപ്ലീഷൻ, അതായത് ആ റിസോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസോഴ്സിനെ ഡീഅലോക്കേറ്റ് ചെയ്യുന്നു. അത് പിന്നെ വേറെ ആൾക്ക് ആ പ്രോസസ്സ് ആ മെമ്മറി അല്ലെങ്കിൽ ആ റിസോഴ്സ് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കേർണൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് ആ സിസ്റ്റത്തിന്റെ ഇന്റഗ്രിറ്റി, ആ സിസ്റ്റത്തിന്റെ കറക്റ്റ്നെസ്. ഇപ്പൊ ഞാനൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇപ്പോൾ ഒരു ഓഫീസിലെ സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിന് പോയി കഴിയുമ്പോൾ വേറൊരാൾ അത് വന്ന് എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ ഞാൻ അറിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ഇതുപോലെയുള്ള കേർണൽസ് ആണ്. സോ ആ സിസ്റ്റത്തിന്റെ ഇന്റഗ്രിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ, ഇന്റഗ്രിറ്റി മീൻസ് എന്താണ്? കറക്റ്റ്നെസ്. ആ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ എൻഷുർ ചെയ്യാനായിട്ട് ഈ കേർണൽസ് ഹെൽപ്പ് ചെയ്യുന്നു. So it prevent unauthorized access to hardware device and ensure software process operate to their allocated boundary. Without the kernel involvement, the software running directly on the CPU could potentially access and manipulate hardware. അതായത് നമ്മൾ നേരത്തെ യൂസർ മോഡും കേർണൽ മോഡും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഈ രണ്ട് മോഡുകളിൽ നിന്നും, അതായത് ആദ്യം ഇവിടെ വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇവിടെയല്ലേ ഹാർഡ്വെയർ ഇരിക്കുന്നത്. ഈ ഹാർഡ്വെയറിലേക്ക് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. കാരണം ഇത്രയും മോഡുകളിൽ കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട്, അതായത് നമ്മളിപ്പം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബിൽഡിങ്, അതിന്റെ ഫസ്റ്റ് ഡോർ കൊടുക്കുമ്പോഴേ സെക്യൂർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഡോറിൽ കൂടെ തന്നെ പെട്ടെന്ന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അതല്ല പല പല ഡോറിൽ കൂടെ ചെന്ന് ഒത്തിരി ആണെങ്കിൽ ആ ഡോറുകളെല്ലാം നമ്മൾ അൺലോക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഡിവൈസ് ഡ്രൈവേഴ്സ് എന്താണ്? നമുക്ക് ഓരോന്നിനും ഓരോ ഡിവൈസ് ഡ്രൈവേഴ്സ്, അതായത് മൗസിനും കീബോർഡിനും പ്രിന്ററിനും ഒക്കെ അതിൻ്റെതായ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ആ ഡ്രൈവേഴ്സ് എനേബിൾ ചെയ്ത് നമുക്കത് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ആ ഡ്രൈവറുകളെയൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്? നമ്മളുടെ ഈ കേർണലാണ്. അപ്പൊ ഓരോ ഡിവൈസിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടോകോളും കോൺഫിഗറേഷനും ഉണ്ട്. അപ്പൊ ആ കോൺഫിഗറേഷൻ അനുസരിച്ച് ഇതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? കേർണൽസിന് ഉണ്ട്. ഇനി അടുത്ത സിസ്റ്റം സ്റ്റെബിലിറ്റി. ഇത്രയും മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ പല പല ടാസ്കുകൾ അറ്റ് എ ടൈം നമ്മുടെ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കണ്ടേ? പെട്ടെന്ന് ഒരു പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സിസ്റ്റം ഹാങ് ആവുകയോ അല്ലെങ്കിൽ അത് പവർ ഓഫ് ആവുകയോ ചെയ്താൽ അത് നമ്മളുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. സോ അതുകൊണ്ട് ഇത് വളരെ സെക്യൂർ ആണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹാർഡ്വെയറും അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറും റിസോഴ്സുകളും എല്ലാം വെൽ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈ കേർണൽ വളരെ അധികം നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്? ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ, റിസോഴ്സ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ, ഡിവൈസ് ഡ്രൈവർ, സിസ്റ്റം സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേർണൽസ് എന്താണ്, കേർണലിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് കേർണൽസ് പറഞ്ഞു, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് കേർണൽസും ആണ് ഡിസ്കസ് ചെയ്തത്. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.